എയർ കണ്ടീഷനും കോട്ടും എല്ലാം ഇട്ട് വളരെ ഭംഗിയായിട്ടും നല്ലൊരു റേറ്റിലും നല്ലൊരു ലൊക്കേഷനിലും സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി വില്ലയാണ്. സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്ക് അടുത്താണ്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് വെറും 2 കിലോമീറ്റർ ആണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട്ടിലേക്കുള്ള ദൂരം. തൊട്ടടുത്ത് നമുക്ക് കുറച്ചും കൂടി ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ തക്ദീസ് ഹോസ്പിറ്റൽ ഉണ്ട്. അവിടുന്ന് വെറും 500 മീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ കുട്ടിക്ക് നല്ലൊരു സ്കൂൾ നോക്കണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ കിഴക്കമ്പലം ചെമ്മലപ്പടിയിലുള്ള ചാർട്ടർ സ്കൂള്, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളൊക്കെ ഉണ്ട്. 2.8 കിലോമീറ്റർ ആണ് ദൂരം. ഇൻഫോ പാർക്കിലേക്ക് 12, ഇടപ്പള്ളിയിലേക്ക് 13, ആലുവ ഭാഗത്തേക്ക് 8 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് വളരെ ഈസിയാണ്. 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവും സ്ക്വയർ ഫീറ്റും ഒക്കെ കിട്ടുന്നുണ്ട്. 4.8 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട് ചെയ്തിരിക്കുന്നത്. സൈഡിലൂടെയും ഫ്രണ്ടിലൂടെയുമുള്ള 2 വഴികൾ ഷെയർ ചെയ്യുന്ന വീടായതുകൊണ്ട് തന്നെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും നമ്മുടെ വീടിന് നല്ല ഭംഗിയാണ്. നല്ല രീതിയിലാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ചുറ്റിനുമുള്ള മതിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇതിപ്പോ നിങ്ങൾ സൈഡിലൂടെയുള്ള എലിവേഷൻ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മതിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ജിയോ ട്യൂബിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. പില്ലറുകളിലൊക്കെ നിറയെ ലൈറ്റുകളാണ് വെച്ചിരിക്കുന്നത്. ഭംഗിയുള്ള മോഡലിലാണ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിംഗ് മെത്തേഡിലാണ് 2 സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. ജാളി വർക്കുകൾ വരുന്നുണ്ട്. ബ്രിക്ക് മോഡലുള്ള ടൈലുകൾ വരുന്നുണ്ട്. ഭംഗിയുള്ള പെയിന്റിംഗ് ആണ്. വിൻഡോസ് ഒക്കെ നോക്കിയാലും പ്രത്യേകം മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് വർക്കുകൾ വരുന്നുണ്ട്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ആണെങ്കിൽ പറയേ വേണ്ട, വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും എലിവേഷൻ നിങ്ങളൊന്ന് കണ്ടോളൂ. നമ്മുടെ മനസ്സിലേക്ക് അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ്. നമുക്കിനി അവിടെ ഗ്രാസിന്റെ വർക്കുകളും കൂടി പെയിന്റിംഗ് ഉണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് വീടിന്റെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. അങ്ങോട്ട് പോകുന്ന സമയത്ത് കോർണർ ഭാഗത്തായിട്ട് വലിയൊരു പ്ലാന്റ് വെച്ചിരിക്കുന്നത് കൂടാതെ നമുക്ക് അവിടെ പ്ലാന്റ് ബോക്സും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ബ്രിക്ക് മോഡലുള്ള വർക്കൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏരിയ സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലും നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ സൈഡിലായിട്ട് ആ കിച്ചണിന്റെ ഭാഗത്ത് വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പാറ്റിയോ ഏരിയ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡൈനിങ് ഹാൾ ആണ്. അവിടെ നിന്നുകൂടി നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്സസബിൾ ആയ രീതിയിലാണ് പാറ്റിയോ ഏരിയ ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ജാളി വർക്കാണ്. ടോപ്പിൽ നമുക്കിനി ഗ്ലാസ് വർക്ക് കൂടി വരാനുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ, വാട്ടർ ഒക്കെ ഫോൾ ചെയ്ത് വരാനുള്ള അറേഞ്ച്മെന്റും കൂടിയാണ് ഇനി പെയിന്റിംഗ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ്. ഈ ഭാഗത്തായിട്ട് ആ കാണുന്നത് കിണറാണ്. നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു കിണർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഭംഗിയുള്ള ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു പ്ലാന്റ് കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളും, ഞാൻ നിൽക്കുന്നതിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ബീഡിംഗ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. ഡോർ നോക്കുവാണെങ്കിൽ നമുക്ക് ഒറ്റപ്പാളിയിൽ നല്ലൊരു ഡിസൈനിൽ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫിംഗർ കൊണ്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ്. പാസ്വേഡ് കൊടുത്തിട്ടാണ് ലോക്കും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലോർ ടൈൽ നോക്കുവാണെങ്കിൽ വളരെ വീതിയിലും നീളത്തിലുമുള്ള വലിയ ടൈലുകളാണ്. നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ കാണുന്ന ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വിൻഡോസിന് സെയിം പാരലൽ ആയിട്ട് തന്നെയാണ് മുകളിലും കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള ഒരു വലിയ ലിവിംഗ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ പാനലിംഗ് വർക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്.
നമുക്ക് മെയിൻ ആയിട്ട് ടി വി വെക്കാറുള്ള ബോർഡ് ബ്ലാക്ക് കളറാണ്. നമുക്ക് റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ഒരു ഷാൻലിയർ അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിനകത്തേക്ക് എൻട്രി ചെയ്ത് വരുന്ന സമയത്ത് ആ മെയിൻ പാസേജ് തന്നെ എൻട്രി ചെയ്യുന്ന ആ സമയത്ത് നേരെ മുകളിലേക്ക് നോക്കിയാൽ അവിടുത്തെ റൂഫ് കവേർഡ് ആണ്. അവിടെ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്തും ഈ കാണുന്ന എൻട്രൻസ് ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല നീളവും വീതിയും ഒക്കെ കൊടുത്തിട്ടാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിൾസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ഹാവൽസിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫാൻ ഫിറ്റിങ്ങും സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്ലൈഡിംഗ് ഡോറുകൾ വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നേരെ ഇറങ്ങുന്നത് പാറ്റ്യൂ ഏരിയയിലേക്കാണ്. ഇവിടുത്തെ കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. കിച്ചന്റെ ആ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. വലിയൊരു ഏരിയ തന്നെ കിച്ചൺ എൻട്രൻസിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ലൈറ്റുകളും ഫ്ലവർ പോട്ട്സ് ഒക്കെ വെക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. 3 ഹാങ്ങിങ് ലൈറ്റുകൾ വരുന്നുണ്ട്. കിച്ചണിനോടൊപ്പം തന്നെ അവിടേക്ക് പോകുന്ന എൻട്രൻസിന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ, ഇവിടെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നമ്മളുടെ വാഷ് ഏരിയ ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു മിററും ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. മുകളിലാണെങ്കിലും സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ്. ജെറയുടെ ഫിറ്റിംഗ് വരുന്നത്. വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ്. അതിന് താഴെയുള്ള ഭാഗത്ത് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അഴുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് വൈപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് വോൾ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടാണ് അകത്ത് കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. കബോർഡുകൾ നോക്കുവാണെങ്കിൽ മുകളിൽ കിട്ടുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഒക്കെ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെയാണ്. ഫാബറിന്റെ ഒരു ഹൂഡ് ആൻഡ് ഹോബും കൂടി ഇവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസിൽ നോക്കിയാലും കാണാം നിറയെ കബോർഡുകളായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വഴി ഭാഗത്തായിട്ടൊരു ഡോറ് കിട്ടുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിന്റെ ഈ ഒരു പോർഷൻ നോക്കിയാൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെയും നമുക്ക് നിറച്ച് സ്റ്റോറേജ് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയക്കായിട്ടുള്ള ആ ഒരു സ്പേസും പാറ്റ്യൂ ഏരിയയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല വുഡൻ ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസും ഭംഗിയായിട്ട് ചെയ്തിട്ട് അകത്ത് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം കുറച്ച് ഡെപ്തിൽ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെയാണ് ഇൻവെർട്ടർ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ലിവിംഗ് സ്പേസ് ആയിരുന്നു. അവിടെ നിന്ന് ഡൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ ഒരു ഡബിൾ കോട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് റൂമിന്റെ വലുപ്പം അറിയാൻ സാധിക്കുന്നുണ്ട്. ബെഡിന്റെ 2 സൈഡിലായിട്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഒക്കെ നോക്കുവാണെങ്കിൽ ഹെഡ് പോർഷനിലൊക്കെ ഫോം ആണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. വിൻഡോസ് എല്ലാം ഓൾറെഡി കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് 2 വിൻഡോ കിട്ടുന്നുണ്ട്. അവിടെ ബേ വിൻഡോ ഫെസിലിറ്റിയും കൂടെ കൊടുത്തിട്ടാണ് വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്നത്. എയർ കണ്ടീഷൻ ആയിട്ടാണ് ഈ കാണുന്ന റൂം ചെയ്തിരിക്കുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ട് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. വുഡന്റെ വലിയൊരു ഔട്ട് ഫ്രെയിം ഒക്കെ ഇട്ടിട്ടാണ് നല്ലൊരു ഫുൾ കവർ ചെയ്യുന്ന മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറ് നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിലെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിലെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. സൗകര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അത് നമുക്ക് ഇതേപോലെ സെമി ഫർണിഷ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കോട്ട് ഫെസിലിറ്റി ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നല്ല സ്പേസ് ആണ്. ഇവിടെയും സെയിം 2 സൈഡിലായിട്ട് നമുക്ക് സൈഡ് ടേബിൾ വരുന്നുണ്ട്. 2 വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ എല്ലാം ഫോം ആണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലും നല്ല ഭംഗിയായിട്ട് വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് എയർ കണ്ടീഷൻ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്.
വാർഡ്രോബുകളെല്ലാം തന്നെ സ്ലൈഡിംഗ് മെത്തേഡിലാണ് ഡോർ വെച്ചിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ ഇതുപോലെ നല്ലൊരു ക്രോസ് ലൈൻസ് ഒക്കെ വരുന്ന നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിലെ ടൈലുകളൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് സെറയുടെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തെ വോള് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. നമുക്ക് അവിടെ വലിയൊരു ഗ്ലാസ് ഇട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത് ബ്ലൈൻഡ്സ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ആ കാണുന്ന വലിയ ഡബിൾ ഹൈറ്റഡ് വോള് കംപ്ലീറ്റ് ആയിട്ട് വാൾപേപ്പർ ആണ്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകളും ഷോ ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നല്ല വലിയ ഏരിയ തന്നെ നമുക്കിവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. യാതൊരു കൺജൻഷനും കൂടാതെ വലിയൊരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് സോഫ സെറ്റീസ് ഒക്കെ ഇടാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ഭംഗിയുള്ള ഡിസൈനിലാണ്. താഴെയൊക്കെ ക്ലോസ്ഡ് കബോർഡുകളൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ഒക്കെ അടുത്തായിട്ട് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോറും വിൻഡോസും കിട്ടുന്നുണ്ട്. ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ബാൽക്കണിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സേഫ് ആയിട്ട് ചെയ്തിരിക്കുന്ന ബാൽക്കണിയാണ്. മുകളിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സീനറി ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത്. നമുക്കിനി ഒരു TV യൂണിറ്റിന്റെ അടുത്തൂടെ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ആക്ച്വലി യൂട്ടിലിറ്റി ഏരിയ എന്നോ റീഡിംഗ് റൂം എന്നോ എല്ലാം വിളിക്കാം. കാരണം കംപ്ലീറ്റ് കോൺക്രീറ്റിൽ ചെയ്തിട്ട് സേഫ് ആയിട്ടാണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ കുട്ടികൾക്ക് പഠിക്കാനിരിക്കാനോ ഒക്കെ ഈ റൂം യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. റൂഫിൽ ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിങ്ങും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല രീതിയിൽ കാറ്റൊക്കെ വരാൻ സഹായിക്കുന്ന രീതിയിൽ ഇതുപോലെയാണ് GA പൈപ്പിന്റെ ഇങ്ങനെ അഴികളോട് കൂടിയ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്കൊരു ഡോറ് പുറത്തേക്ക് ഇറങ്ങാം. ആ ഇറങ്ങുന്ന ഭാഗത്തും നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് വരുന്നത്. അവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. ടോട്ടലി മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഇതും സെമി ഫർണിഷ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കോട്ട് വരുന്നുണ്ട്. രണ്ട് സൈഡിലും സൈഡ് ടേബിളും വിൻഡോസും കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിലും ഭംഗിയുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു ഭാഗത്താണ്. വാർഡ്രോബിനൊക്കെ നല്ല ഭംഗിയുള്ള കളറും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഡോറുകളും കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന് നല്ലൊരു ഡിസൈൻ ഉള്ള ഡോർ തന്നെയാണ് കിട്ടുന്നത്. കമ്പാരിറ്റീവ്ലി ഇതൊരു വലിയ ബാത്റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് വരുന്നത്. വലിയൊരു ബാത്റൂം ആണ്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം കാണാനുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഹാളിന്റെ അപ്പർ ലിവിംഗ് സ്പേസിന്റെ റൂഫ് ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. സിമ്പിൾ ആണെങ്കിലും ഭംഗിയുള്ള വർക്കുകളാണ്. LED സ്ട്രിപ്പുകള് ബൾബുകള് ഫാനുകള് എല്ലാം വരുന്നുണ്ട്. നമ്മുടെ ആ ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന റൂഫിലെ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ നിന്നും ആ ഒരു ബാൽക്കണിയിലേക്ക് പോകുന്ന വഴിയിൽ റൂഫിൽ നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം വരുന്നത്. എല്ലാ ബെഡ്റൂമുകളെയും പോലെ തന്നെ ഇതും ഫർണിഷ്ഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഡബിൾ കോട്ട് കിട്ടുന്നുണ്ട്. രണ്ട് സൈഡിൽ സൈഡ് ടേബിൾ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടും നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു വിൻഡോ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഫിക്സഡ് ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീടിന്റെ എലിവേഷന് വളരെയധികം മാറ്റം കൂട്ടുന്ന ആ ഒരു വലിയ ഗ്ലാസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് വരുന്നത്. ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിലെയും ടൈലുകൾ നല്ല ഭംഗിയുള്ള കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് വലുപ്പത്തിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളും ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഫൈനലി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു പാസേജ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ബാൽക്കണിയിലേക്കാണ്. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏകദേശം ഒരു റൂമോളം തന്നെ വലുപ്പത്തിലുള്ള വലിയൊരു സ്പേസ് തന്നെ ബാൽക്കണിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നിറയെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഹാൻഡ് റൈൽസിനേക്കാളും കുറച്ച് ഹൈറ്റിൽ ചെയ്ത് വളരെ ഒരു ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് വൈബ് ഉള്ള ഏരിയയിലാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. നല്ല ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്നുണ്ട്. വളരെയധികം വില്ലാസ് വരുന്ന ഏകദേശം ഒരുപാട് വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പലതിലും ആളുകൾ താമസമായതാണ്.
ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്ക് അടുത്താണ്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ ആണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പുക്കാട്ടുപടിയിലുള്ള തഗ്ദീസ് ഹോസ്പിറ്റലിൽ നിന്നും വെറും 500 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കിഴക്കമ്പലത്തേക്ക് ഈസിയാണ്. ഇടപ്പള്ളി, പുക്കാട്ടുപടി, ആലുവ, എയർപോർട്ട് എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്താവുന്ന ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിരുന്നു, ഇതിനകത്ത് 4 ബെഡ്റൂമുകളും ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും കോട്ട് ഫെസിലിറ്റി ഉണ്ട്. 2 ബെഡ്റൂമുകൾ എയർ കണ്ടീഷൻ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. വെൽ വാട്ടർ ഉണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസും കിട്ടുന്നുണ്ട്. 4.8 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4.8 സെന്റ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഓണർ ഈ വീടിന് ചോദിക്കുന്ന വില 1,15,00,000 രൂപയാണ്. 1.15 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഭംഗിയുള്ള വീടാണ്, ലേറ്റ് ആക്കണ്ട. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ ലാൻഡുകളുടെ ഒക്കെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.